ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് പെരുന്നാൾ കഴിഞ്ഞ ശേഷം ഉപ്പാൻ്റെ ഫാമിലി എല്ലാം എത്തിയിട്ട് ദീദിൻ്റെ പുരയിൽ കൂടിയിട്ടുണ്ടായി. ഏട്ടത്തിമാർ ഉമ്മൽ ഇന്നലെ പോയി. ഞങ്ങൾക്ക് ഇന്നലെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടോണ്ട് പോകാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പോയ പാടെ തന്നെ നമ്മൾ ഫോണും പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതല്ല. അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓൾക്ക് കേക്കും അച്ചാറും പുഡിങ്ങും എല്ലാം റെഡി ആയിട്ടുണ്ടായി. കുറേ മുന്നേ ഉണ്ടോണ്ട് എല്ലാവരും പണിയെല്ലാം പെട്ടെന്ന് തീർന്നിട്ടുണ്ടായി. തന്നെ കിച്ചണ് പിന്നെ മന്തീൻ്റെ പണീൻ്റെ തിരക്കിലുണ്ടായി. ഓളും ഒരു ഭാഗത്തോളം വീഡിയോ എടുത്തോണുണ്ട്. ഓരോ പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ചെന്നേന് കുറേ ദിവസത്തേക്ക് കൂടണ്ടേ ബണ്ട്. ഇപ്പോൾ അടുത്തിട്ട് കുറേ ദിവസമായില്ലേ കാണുന്നതിന് കൂടണ്ടേ ബണ്ടാന്ന്. പക്ഷേ അങ്ങനെ ചെല്ലിയിട്ട് പോയിട്ടാകുമ്പോൾ പിറ്റേന്ന് വിളിക്കുന്നത് ഇന്ന് ആടെ കൂടാ, ഇന്ന് ഇട കൂടാന്ന്. പിന്നെ കൂടാന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ സഹിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരാൾ മന്തീൻ്റെ പണിയെടുക്കുന്നുണ്ട്, ആൾ പുളിവാളത്തിൻ്റെ പണിയെടുക്കുന്നുണ്ട്. ഉപ്പാൻ്റെ ഫാമിലി എല്ലാം വരുന്നതിന് വരുന്നാട്ടി പിന്നെ എല്ലാം റെഡിയാണോ എല്ലാം തിരക്കിലാക്കുന്നുണ്ട്. പിന്നെ ദീദിമാർ അനിയത്തിമാരനെ കണ്ടിട്ടാകുമ്പോൾ നീ എന്ത് ഇന്നലെ വരാത്ത, എന്ത് പൊലിസുണ്ടായി, അങ്ങനെ ഇങ്ങനെ ആയിട്ട് കുറേ തള്ളുപെടുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ അങ്ങനെ ആക്കി, ഞങ്ങൾ ഇന്നലെ അത് കഥ പറഞ്ഞ് ഇത് കഥ പറഞ്ഞ് നീ എന്താ വരാതെ, നിങ്ങൾക്ക് ഭയങ്കര മിസ്സായെന്നെ. മിസ് തന്നെ. പക്ഷെ നമ്മളെ പരിപാടി നമുക്ക് മിസ്സാക്കാൻ കാലമല്ലോ, അതിനാട്ടിപ്പിലെ പരിപാടിയല്ലേ. അങ്ങനെതാ ഇത് എൻ്റെ ഏട്ടത്തിൻ്റെ ചെറിയൊരു മോള്. ഞാനിങ്ങനെ കഥ പറയുന്നേലുണ്ടെങ്കിൽ ദീദിയെ എൻ്റെ അടുക്ക് ചൂട് പുളിവാളെല്ലാം ചുട്ടിട്ടെടുക്കുന്നുണ്ട്. അവളെ അടുത്ത് തന്നെ മുട്ടിയിട്ട് തന്നെ അവളെ ഉമ്മാൻ്റെയും ബാബിൻ്റെ പേര. ബാബിൻ്റെ അടുത്ത ഉറയിച്ച എന്തെല്ലാം നട്ടിട്ട് നല്ല നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആടെ തന്നെ കിട്ടുന്നുണ്ട്. മുട്ടപ്പായവും നെല്ലിക്കാവും ചാമ്പക്കാവും ഇതെല്ലാം പുള്ളമറെല്ലാം അതിൻ്റെ വേക്കുന്ന കൂടി. പിന്നെ തണുത്ത ജ്യൂസ് ആക്കിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാനായിട്ട് ജ്യൂസ് എടുത്തിട്ട് കുടിച്ചതാ. ഇത് തനാസ്കിച്ചാണ്ട് ചെറിയ മോൻ, അവൻ്റെ ഏട്ടത്തിൻ്റെ ചെറിയ മോൻ. അവന് ചൂട്ടിൽ നോക്കുന്നുണ്ട്. ഈ ഉമ്മ തന്നെ ഫോണും പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതിൽ കഴിഞ്ഞില്ല. ഞാൻ ആൻറ്റിയും തുടങ്ങിയാന്നിട്ട് ആൻറ്റിയിലേക്ക് പോസ് തരുന്നേയില്ല. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പോയിട്ട് വരുമ്പോൾ പിള്ളമാരെല്ലാം ടി വിയിൽ നല്ല ഫിലിമെല്ലാം നോക്കുന്നുണ്ട്. ഏട്ടത്തിൻ്റെ പിള്ളമാരെല്ലാം എന്നെ ട്രോളിയിട്ട് കൊല്ലുന്നുണ്ട്. ശരിപ്പാണ്ടി മതിയാക്കിറ് എപ്പം നിർത്തുന്നവർക്ക് നിർത്തിയിട്ട് പോയിരുന്നിട്ട്. അങ്ങനെ ദീദിൻ്റെ പുതിയ കിച്ചണിൽ എന്നോളം വരെ കൈത്തുണിയെല്ലാം കൗവാൻ നല്ല കല്ലാക്കി. അങ്ങനെ ഓളെ പണിയെല്ലാം ഒരുങ്ങിയിട്ട് ഓള് കുളിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ കിച്ചൺ ടവൽ അത് ഇതെല്ലാം കയറ്റി നനച്ചിട്ട് വരച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടാവാ. നമുക്ക് കിച്ചണിലെല്ലാം പെട്ടെന്ന് എല്ലാം റെഡിയാക്കിയിട്ട് കിച്ചൺ തുണി അങ്ങനെ ഇതാക്കുന്നില്ലേ, ഇതാടെ തന്നെ കുത്തിയിട്ടിട്ടാൽ മതിയാണ്. ഇതോളം പുതിയ കിച്ചണിലേക്ക് കുറേ ഡെക്കോറേറ്റ് ആകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് പാങ്ങ് കാണാൻ. അതിൻ്റെ ഇടയിൽ ചൂട് പുളിവാള റെഡിയാകുന്നുണ്ട്. പുള്ളമറെല്ലാം കൊണ്ടുപോകുന്നുണ്ട്, തീരുന്നുണ്ട്, അതിൽ ചൂടുന്നുണ്ട്. അപ്പളേക്കാകുമ്പോൾ മണി ഏകദേശം 1 മണി 1:30 മണി കഴിഞ്ഞതാ. ഫസ്റ്റത്തെ ആ ടീം എത്തി. ചെറിയ ആപ്പാൻ്റോളും അതിനാട്ടി മുന്നത്തുള്ള ആപ്പാൻ്റെ ഓർ വന്നിട്ടുണ്ട്. ഒരു ടീം എത്തിയിട്ടാകുമ്പോൾ എന്നെ പിന്നെ ബായിക്കും ബാറ്റേക്ക് റെസ്റ്റ് ഇല്ലാന്നില്ല. എനിക്ക് മുണ്ടിക്കൊണ്ട് തിന്നോണ്ട് കഥ പറഞ്ഞെങ്കും തീരാത്ത കഥകളാണ്. കഥയിൽ കുറേ അധിക ടോപ്പിക് എന്ത് വരുന്ന എൻ്റെ ബ്ലോഗിനെ കുറിച്ചിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞെങ്കും തീരുന്നില്ല. അത്ര ഫാൻസ് ആണ് ഞാൻ. എല്ലാവരും കളിയാക്കിയിട്ട് എന്നുവെച്ചാൽ ആരും കളിയാക്കി ഞാൻ നിർത്താൻ പോകുന്നില്ല. ഇങ്ങനെ ട്രോളിയിട്ട് കാര്യമില്ല. അങ്ങനെ വന്നവർക്കെല്ലാം ജ്യൂസ് കൊടുത്ത് അങ്ങനെ ഓരോരോ ടീം എത്തിക്കോണുണ്ട്. ഇതാ എൻ്റെ പിരിസപ്പെട്ട ആൻറ്റിമാറും എൻ്റെ അനിയത്തി, എൻ്റെ കുഞ്ഞാൻ്റെ മക്കൾ കുറേ ആളുണ്ടില്ലേ. എല്ലാവരും ഇതാ എൻ്റെ ബ്ലോഗ് നോക്കിയിട്ട് ഞാൻ ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം എന്നെ കുറിച്ചിട്ട് പറയുന്നില്ല, എന്നെ കുറിച്ചിട്ട് മാത്രം പറയുന്നില്ല. അതോരെല്ലാം ഓർക്കില്ല ഇന്നത്തെ ചർച്ചാ വിഷയം ഞാനാണ്. ഓർ പൊലിസാക്കട്ടെ, ഉറങ്ങും പൊലിസാക്കിയിട്ട് സന്തോഷിക്കട്ടെ. ഇനിയും 2-3 അപ്പന്മാർ വരാനുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പ്ലാനിങ് എല്ലാം നടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എവിടെ പോകുന്നത് എടങ്ങ് ടൂർ പോകാൻ 2 മാസം ലീവ് ഉണ്ട്, അതുണ്ടെന്ന്. ഈ ടൂറിൻ്റെ പ്ലാനിങ് മാത്രം അത് നടക്കലില്ല. എപ്പോഴും ഒരിക്കൽ നടന്നെങ്കായി. പിന്നെ ഈ ഒത്തുകൂടൽ അത് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചക്കൊക്കെ മാസത്തിലൊരിക്കൽ നടന്നില്ല, നമുക്കൊരു ശരിയാകുന്നില്ല. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ടീം വന്ന് വലിയ ആപ്പാൻ്റോറും രണ്ടാമത്തെ ആപ്പാൻ്റോറും. അങ്ങനെ ഒരു കാർന്ന് കഴിയുമ്പോൾ ഞാൻ എന്തോ എൻ്റെ വീഡിയോ എടുത്തോണ്ട് ഓൻ എന്നെ വൈറലാക്കി. ഓനാണ് എൻ്റെ എയർപോർട്ടിൽ ഇരുന്നിട്ട് എൻ്റെ വീഡിയോ നോക്കി. എനിക്കിഷ്ടം എൻ്റെ വീഡിയോ നോക്കുന്നത്. അവൻ എല്ലാ വീഡിയോ എൻ്റെ മിസ്സാക്കാതെ നോക്കലുണ്ട്. അങ്ങനെ എൻ്റെ കാര്യമായിട്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എടുത്തിനോന്. പിള്ളമാരെല്ലാം പിന്നെ പരിപാടിയുടെ കൂടി ഫോൺ കിട്ടാൻ കാക്കുന്നില്ല. എല്ലാം സോഫയിൽ ഇരുന്നിട്ട് കമ്മിറ്റും എന്നെല്ലാം എനിക്ക് ഫോൺ നോക്കുന്നുണ്ട്. ഇതാ ഞങ്ങളെ ഫാമിലിയിലത്തെ വലിയ മെരിയോള് എന്നോളെ കാര്യമായ വീഡിയോ എടുക്കണം. അതിൽ എന്നോളെ ബാക്കിൽ നിന്ന് തിരിഞ്ഞിരുന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടത്. മാഷാ അല്ലാ. ഉപ്പാൻ്റെ ഫാമിലിയിൽ പിന്നെ കുറേ കസിൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു ചമ്മൽ നാണക്കേട് അങ്ങനെ എല്ലാം നമ്മളെ പോലെ തന്നെ വൈബ് ടീമായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വീഡിയോ എടുക്കുന്നതിന് എന്തോ ഒരു നാണക്കേട് ചമ്മൽ എന്തില്ല, എല്ലാം ഒരേ പോലത്തെ. എല്ലാവരും വന്നിട്ടാൽ പിന്നെ ആടെ ഒരു ഗ്യാങ്ങായി. പുള്ളന്മാരൊരു ഗ്യാങ്, തൊണ്ടിമാരൊരു ഗ്യാങ്, വേലക്കാരത്തിയൊരു ഗ്യാങ്, മെരിയക്കളൊരു ഗ്യാങ്, ഉമ്മാമാരൊരു ഗ്യാങ്, അങ്ങനെ ആയിട്ട് ഒരുമാതിരി കുറേ ഗ്യാങ്ങായി. അങ്ങനെ കാട്ടിൽ നിന്നും തോട്ടത്തിൽ നിന്നുള്ള എത്ര ഫ്രൂട്ട്സ് അത് ഇതെല്ലാം തിന്നിട്ട് ജംഷി വിളിച്ച് വാ ഫുഡെല്ലാം റെഡി അതിനെല്ലാം കഴിക്കാൻ എന്നിട്ട് പിന്നെ ഒറ്റോട്ടാണ് കിച്ചണിലേക്ക് എല്ലാം തടപടാ കൊണ്ടാക്കാനും ഫുഡ് കഴിക്കാനും.
കിച്ചണിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഉമ്മാമാർ ഒരു ഗ്യാങ് ഉണ്ടായി. അവിടെ പെട്ടോയി മക്കളെ. അതാ ഓരോ പണ്ടത്തെ കഥയും ഇപ്പോഴത്തെ കഥയെല്ലാം കേട്ട് ചിച്ച് പഠിച്ച അങ്ങനെ അരമണിക്കൂർ 1 മണിക്കൂർ പോയത് അറിഞ്ഞിട്ട് എന്നിട്ടും ജംഷി വിളിച്ചു ഒരിക്കൽ വന്നിട്ട് ഫുഡ് കഴിക്കുക എന്നിട്ട് നമുക്ക് എന്തെല്ലാം കളി കളിക്കാമെന്ന്. പിന്നെ നേരെ കിച്ചണിലേക്ക് വിട്ട് ഗൈസ് ഫുഡ് കഴിക്കാൻ. തന്നാസ് കിച്ചണിൻ്റെ അടിപൊളി ചിക്കൻ മന്തി, പുളിവാളം, പെറിഞ്ചോറ്, ബീഫ് കറി അങ്ങനെ ഇങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടായി. അങ്ങനെ യാ റഹ്മാനെ കൊണ്ടുവച്ചതേ ഓർമ്മയുള്ളൂ. ഇത്രയെല്ലാം ആളെ സെറ്റാക്കിയിട്ട് എടുക്കണ്ടേ. മറ്റേ ബഫല്ല ബഫ സിസ്റ്റം ആക്കിയത് ബണ്ടോറെടുത്തോ മറ്റേ യാളാ ഈ പിള്ളറും വലിയാളും എന്നിൻ്റെ യാഹൂ ഒന്നൊന്നൊന്നൊന്നൊന്നാന്തരം ബേക്കാൻ ജംഷിങ് എന്നെ ചെല്ലുന്നുണ്ട്. ബിയ്യം ബേക്ക് ബേശ്ശേരി എന്തെല്ലാം തിന്നാനുണ്ട്. അതുണ്ട് ഇതെന്ന് എന്നിട്ട് എല്ലാവരും പഠിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. ആർക്ക് വേച്ചിട്ടാന്ന് ഇപ്പോൾ മാർക്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇട്ടിട്ട് അലമ്പുന്നുണ്ടായി ചോറിനെയും കറീനല്ലോ. അങ്ങനെ ബേസിച്ചായിട്ട് എല്ലാ ആൻറ്റിമാർ തല്ലാഞ്ഞ് പാത്രം ഞാൻ കോവാണെന്ന് പോയിട്ട് അങ്ങനെ ഫോൺ പിടിച്ച് നിന്നുകൊണ്ട് അങ്ങനെ പണിയെന്തോ അങ്ങനെ ആരും തന്നിട്ട് നീ നേരെ വീഡിയോ എടുത്തല്ലോ എന്നിട്ട് അങ്ങനെ ആൻറ്റി കയറിങ്ങ ആൻറ്റിക്ക് ഇന്ന് നല്ല റെസ്റ്റ് ഇട്ടില്ല. ആൻറ്റി എല്ലാം പഠിച്ചിട്ടെടുക്കുന്ന പണി ഇന്ന് കുറച്ച് റെസ്റ്റ് ഇട്ട് ആൻറ്റിക്ക്. അങ്ങനെ ബേച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് ഏട്ടത്തി നല്ല അടിപൊളി കേക്കാക്കി കൊടുന്നു. ഓമാ അതിൻ്റെ കഥ എന്തോ പറയാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് ഒരിക്കൽ കാണാൻ പുള്ളമാറ നേരെ ലൈൻ എത്തിച്ചിട്ടുണ്ടായി. പുള്ളമാറ എന്താക്കി അറിയാം ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് ഓറെന്നെ ക്യൂ ആക്കിയിട്ട് ഓറെന്നെ നിൽക്കാന്ന്. അപ്പോൾ ഓളെന്നിച്ച് ഇങ്ങനെ കൊടുത്തങ്ങ് മുതലാവരാന്നിട്ട് നോക്കി അന്നെങ്കിൽ 2 കൈ 3 കൈയെല്ലാം വരുന്ന എക്സ്ട്രാ. പുള്ളമാർക്കറിയോ ഇതിടെ കുറേ ആളുണ്ട് അങ്ങനെ മേങ്ങാങ്കാല അങ്ങനെ ഇങ്ങനെ നല്ല പുള്ളമാർക്ക് കേക്ക് കിട്ടിയാൽ പിന്നെ മെൻസ് വരും. പുള്ളമാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി കേക്കായി. നമ്മളെ പോരല്ല തന്നെ 2-3 ബേക്കേഴ്സ് ഉണ്ട്. നമുക്ക് പിന്നെ ഇത് കഥ അല്ല. അങ്ങനെ കേക്ക് എന്ത് നമുക്ക് പുറത്തേക്ക് കൊടുക്കേണ്ട വരുന്നില്ല. ഞാൻ മുന്നെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഏത് ഫംഗ്ഷനും എൻ്റെ ഏട്ടത്തിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരല് നല്ല അടിപൊളി കേക്ക്. കൊട്ടിലെല്ലാം ഉദ്ദേശിച്ചിട്ട് വന്നു. അങ്ങനെ വലിയ ആൾക്കെല്ലാം കൊടുക്കാൻ എന്നിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ആൻറ്റിമാർ. അതിൻ്റെ ഇടയിൽ പുഡിങ് തീർന്ന കഥ അറിഞ്ഞിട്ട് ഗൈസ് നമുക്ക് ഒരു കണ്ടും കിട്ടിയില്ല. അങ്ങനെതാ ആപ്പൊക്കെല്ലാം ഷുഗർ ഉണ്ടെന്നെല്ലാം പറയുന്നത്. അന്നും ആപ്പെല്ലാം 2-3 ഇത് 3ാമത്തെ ക്യൂ നിൽക്കലിത്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഈ 1 കിലോ നമ്മൾ പുരയിൽ കൊണ്ടുപോയി തിന്നുന്നത് ഒരു കണ്ണം ഇങ്ങനെ എല്ലാവരെയും തല്ലാക്കി തിന്നുന്നത് വേറെ തന്നെ ടേസ്റ്റ്. നമ്മൾ പുരയിൽ എത്ര ഉണ്ടെങ്കിൽ ആ തല്ലാക്കി തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വലിയ ഷെഫ് വന്ന് ഗസ്റ്റ് ചായ ഞാൻ ഉണ്ടാക്കാൻ എന്നിട്ട് അളിയാനെ പിന്നെ അടിപൊളി ചായ പിന്നെ അവർക്ക് കുടിച്ചവർ പിന്നെ അതിലെ ചോദിക്കില്ല അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് അളിയാൻ ചായ. പിന്നെ അളിയാക്കന്നെ വിട്ടു കൊടുത്ത അളിയാൻ ഉണ്ടാക്കി കൊന്നിട്ട് എല്ലാവർക്കും ഒരു എനർജി വന്നു പറഞ്ഞു. അപ്പോഴേക്കാകുമ്പോൾ അളിയാൻ്റെ കട്ടൻ ചായ സെക്ഷൻ എത്തിയിട്ടുണ്ട്. കട്ടൻ ചായ പിന്നെ ഞങ്ങൾക്ക് വേണോ എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് അപ്പോഴേക്കാകുമ്പോൾ ഏട്ടത്തി എല്ലാവരും ഫോണും ചെറുതിൻ്റെയും വലുതിൻ്റെയും എല്ലാവരും മേങ്ങിട്ട് വെച്ച് നമുക്ക് ഫോൺ പോടത്തോളം ഉപയോഗിക്കണം. നമുക്ക് എന്തെങ്കിലും കളി കളിക്കുക ഗോരി കളിക്കുക ആ കളി ഈ കളി കളിക്കുക എന്നിട്ട് അവൾ ഫോൺ മേങ്ങി അവൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും കൊടുത്തും ചെയ്ത് ഫോൺ കിട്ടിയിട്ടാകുമ്പോൾ പിന്നെ എല്ലാവരും അപ്പുറം ഇപ്പുറം പെരുത്തിക്കൊണ്ട് വന്ന് അടുത്തോളം ആർക്കും ഓർമ്മ ഉണ്ടായിട്ട് ബേച്ചേ പിന്നെ എല്ലാവരും ഫോണൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഫോട്ടോ സെക്ഷൻ എടുക്കുക എന്നിട്ട് എല്ലാവരും ഒരാളെ പിടിച്ചിട്ട് ഇരുത്തുന്നുണ്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് നമുക്ക് ഈ കഥ പറഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് പോകുമ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന ഓർമ്മയേ ഇല്ല. ബയ്യ വിചാരിക്കുന്നു പക്ഷേ നേരെ ഫോട്ടോ എടുത്തിറങ്ങി എല്ലാവരും ഉണ്ടായതല്ലേ ഫോട്ടോ എടുത്തിറങ്ങി. അങ്ങനെ ഇന്ന് എന്തും ഇല്ല അങ്ങ് വേണ്ട എന്നിട്ട് ഫോട്ടോ എടുക്കണോ എന്നിട്ട് ഫോട്ടോ വീഡിയോസ് എല്ലാം കുറേ എടുത്തിട്ടുണ്ടായി. അന്നെങ്കിൽ ഇത്രയല്ല ഇനിയുണ്ട് കുറേ ആൾ ഓരോന്ന് കാണണേ ഇല്ല. പിന്നെ ഉള്ളത്ര ആളെ വെച്ചിട്ട് എടുക്കുക എന്നിട്ട് ഞങ്ങൾ എടുത്ത് അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പോകുമ്പോൾ ഉണ്ട് കിച്ചണിൽ നല്ല മണം വരുന്നത്. നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളി കായ് കാച്ചുന്നുണ്ട്. ഞാൻ ചാരിപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് കായ് കാച്ചി ഞങ്ങൾ ആൻറ്റിയും ആപ്പാൻ്റെ മെരിയോളാഞ്ഞ് കുറേ മുറിച്ചിട്ടുണ്ട്. മുറിക്കുന്നൊക്കെ പിള്ളേർമാർ കാച്ചിട്ട് ഇടുന്നൊക്കെ പിള്ളേർമാർ എടുത്തോണ്ട് പോകുന്നു. കുറേ ഞാൻ വിചാരിച്ചു പാപ്പ എത്ര സമയം നിന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും കളി കളിക്കുക എന്നിട്ട് ഗോരി കളിക്കുക എന്നിട്ട് 2 ടീമാക്കി. ആടെയും കൽമ്പുന്നുണ്ടാവേ ഓൾ ആ ഗ്രൂപ്പിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ ഞാൻ മറ്റേ ഗ്രൂപ്പിൽ ഞാൻ മറിച്ച ഗ്രൂപ്പിൽ എന്നിട്ട് അന്നൊക്കെ ഇങ്ങനെ ആക്കി 2 ടീമാക്കി. മക്കളെ ഇതെല്ലാം പൊളിസാണ്. ഇതെല്ലാം നിങ്ങളെ ഫാമിലിയിൽ ഇങ്ങനെ കുറേ കസിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കൂടിയിട്ട് ഇങ്ങനെല്ലാം ഗോളിച്ചിട്ടെല്ലാം നോക്കും. മാഷാ അല്ലാ അടിപൊളി വൈബ് തന്നെ. കുറേ ആൾ പറയുന്നേക്കലുണ്ട് ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ പോക്കേയില്ല ഞങ്ങൾ ബെർത്തേയില്ല ഞങ്ങൾ മുണ്ടലേ ഇല്ല എന്ന്. പക്ഷേ ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ട്. ഇതെല്ലാം കണ്ടെങ്കിൽ ആക്കിയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വൈബ് മനസ്സിലാവും. ഇതെല്ലാം ഇപ്പം എന്തിപ്പോൾ വീഡിയോ എടുത്തിട്ടിടുന്നത് ഇതെല്ലാം എന്തിനാ പോസ്റ്റ് ആക്കുന്നതെന്ന്. പക്ഷേ ഇത് ഞങ്ങൾക്ക് പയ്യെ നോക്കാൻ ഒരു ഓർമ്മകൾ പോലെ അങ്ങനെ ആയിട്ട് വീഡിയോ എടുത്തത്. ഞാൻ യൂട്യൂബ് ഉണ്ടോ ജസ്റ്റ് അങ്ങനെ യൂട്യൂബിൽ ഇട്ടെന്ന് മാത്രം.
അങ്ങനെ എല്ലാവർക്കും ബെസ്സം അറിയില്ല, അങ്ങനെ ആർക്കും പായം കഴിയുന്നില്ലായിട്ട് ഗോരി മതിയാക്കിയിട്ട് കണ്ണു പൊത്തി കളിക്കാന്നില്ല. ഇപ്പോൾ തടിയാൻ കണ്ടല്ല, അങ്ങനെ ആ കളി കളിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ കുറേ കളി കളിച്ച് ഞാൻ, പക്ഷെ എൻ്റെ വീഡിയോ എല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആയണം. അങ്ങനെ കുറേ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.